കുരിശ് ധരിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ വഹിക്കുവാൻ പ്രയാസമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 16:24 കർത്താവായ യേശു പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ധാരാളം കുരിശുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഫുൾട്ടൻ ജെ ഷീൻ എന്ന കർദിനാളിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്, ക്രൂശിതനായ ക്രിസ്തു. ആ കവിതയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്: ജോലി തിരക്ക് കഴിഞ്ഞ് രാത്രിയിൽ വളരെ അവശനായി കടന്നു വരുന്ന കർദിനാൾ ഫുൾട്ടൻ ജെ ഷീൻ തൻ്റെ റാന്തൽ വിളക്കിൻ്റെ തിരി അല്പം താഴ്ത്തി സ്വസ്ഥമായിട്ടൊന്ന് കിടക്കുകയാണ്. രാവിലെയുള്ള തിക്കും തിരക്കും കാരണം വളരെയധികം ക്ഷീണിതനാണ്. റാന്തലിൻ്റെ വിളക്ക് താഴ്ത്തി അദ്ദേഹം കിടന്നുറങ്ങി. രാത്രിയുടെ 3 യാമമായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ആരാണ് ഈ രാത്രിയിൽ നീട്ടി വിളിച്ച് കരയുന്നത്? വളരെ ദേഷ്യത്തോടുകൂടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം റാന്തൽ വിളക്കും എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ധാരാളം പേര് ഈ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം അവരിൽ ഒരാളായിട്ട് മാറി. അങ്ങനെ കുറേയധികം ദൂരം കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് ഈ റാന്തലും പിടിച്ചുകൊണ്ട് ഈ ഫുൾട്ടൻ ജെ ഷീൻ എന്ന കർദിനാൾ ഈ കരയുന്ന മനുഷ്യൻ്റെ അരികിലെത്തി. ഒരു മനുഷ്യൻ കുരിശിൽ കിടന്നുകൊണ്ട് നീട്ടി വിളിച്ച് നിലവിളിച്ച് കരയുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഹേ മനുഷ്യ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, താങ്കളെ ഞാൻ കുരിശിൽ നിന്ന് താഴെ ഇറക്കാം. അപ്പോൾ ആ കുരിശിൽ നിന്നുകൊണ്ട് കുരിശിൽ കിടന്ന മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഹേ ഫുൾട്ടൻ ജെ ഷീൻ, താങ്കൾക്കെന്നല്ല ഈ ലോകത്തിലെ ആർക്കും എന്നെ കുരിശിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിയില്ല. താങ്കൾ തിരികെ പോകുമ്പോൾ എൻ്റെ സ്വരം കേട്ടുകൊണ്ട് ധാരാളം പേര് ഇങ്ങോട്ട് കടന്നു വരും. അവരോട് പറയുക, നിനക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനിതാ കുരിശിൽ കിടന്ന് നീട്ടി വിളിച്ച് കരയുന്നു. അവൻ്റെ കുരിശിൻ്റെ അരികിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നാണോ ചേരുന്നത് അന്ന് മാത്രമേ അവന് കുരിശിൽ നിന്ന് താഴെ ഇറങ്ങുവാൻ കഴിയുകയുള്ളൂ എന്ന്. എനിക്കും നിനക്കും വേണ്ടി നീട്ടി വിളിച്ച് കരയുന്ന ഒരു ക്രിസ്തുവുണ്ട്. എൻ്റെയും നിൻ്റെയും പാപത്തെ പ്രതി തൻ്റെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ച ഒരു മനുഷ്യൻ. ആ കുരിശിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ യേശുവേ, അവിടുത്തെ കുരിശ് ഞങ്ങളുടെ പാപമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപത്തെ പ്രതി അവിടുന്ന് അനുഭവിച്ച പീഡകൾ ഓർത്ത് മനം നൊന്ത് ഈ നോമ്പ് കാലത്ത് കരയുവാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.